ഞാൻ എന്ത് പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല. കാരണം എബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷനുമായിട്ടാണ് ഇതിനു മുമ്പ് ഈ തിരുവനന്തപുരം ലുലു മോളിൽ ഈ വേദിയിൽ നിന്നിട്ടുള്ളത്. വീണ്ടും ഒരു ചരിത്ര വിജയമാവാൻ തീർച്ചയായിട്ടും 100% അർഹതപ്പെട്ട ഒരു സിനിമയുടെ ഭാഗമായിട്ട് വീണ്ടും ഇവിടെ വന്ന് നിൽക്കാൻ കഴിയുന്നതിൽ വളരെ 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 സന്തോഷം. ഇതിൻ്റെ ഒരു തുടക്കം ഞാൻ പറയാം. കാർത്തിക് സുബ്രാജ് എന്ന് പറയുന്ന സംവിധായകൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു നടൻ പോലും ഉണ്ടാവില്ല. അങ്ങനെ ഇരിക്കുന്നൊരു സമയത്ത് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിൻ്റെ ഫോൺ കോൾ എനിക്ക് വരുന്നു. സാർ, കാർത്തിക് സുബ്രാജ് പേசுகிறேன், എനിക്കൊരു സ്റ്റോറി சொல்லணும் ഉங்கள்கிட்ட. ഞാൻ പറഞ്ഞു, അയ്യോ എൻ്റെ അടുത്താണ്. ശരി, ഞാൻ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം മദ്രാസിലുള്ള എൻ്റെ വീട്ടിലേക്ക് വന്നു. ആരാ എന്താ ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പം ഇങ്ങനെ ഓരോ കഥ മുഴുവൻ ഞാൻ പകുതി കഴിഞ്ഞ് വെച്ചു, ഇനി എനിക്ക് സസ്പെൻസ് വെക്കാൻ പറ്റില്ല, ആരാണ് ഇതിലെ പ്രധാന നായകൻ, ഈ കഥാപാത്രം. പുള്ളി പറഞ്ഞു, ഒന്ന് ഊഹിച്ച് പറയാൻ പറഞ്ഞു. ഞാൻ അപ്പം പറഞ്ഞു, സൂര്യയല്ലേ ഇത് ചെയ്യുന്നതെന്ന് ഞാൻ ചോദിച്ചാണ്. എനിക്കറിയ പോലും ഇല്ല അത് ആരാ ചെയ്യുന്നതെന്നും അറിയില്ല. ഞാൻ പറഞ്ഞു, ഈ ക്യാരക്ടർ ആപ്റ്റ് സൂര്യയാണ് അല്ലേ ചോദിച്ചു. പുള്ളി എനിക്ക് കൈ തന്നു, സൂര്യയാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ചോദിച്ചു, തൊട്ടടുത്ത് ചാപ്ലിൻ പാരിവേൽ എന്ന് പറയുന്ന ഡോക്ടർ അത് ആരാണ് ചെയ്യുന്നത് ചോദിച്ചു. അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് വന്നതെന്ന് പറഞ്ഞു, ചാപ്ലിൻ പാരിവേൽ. ഞാൻ പറഞ്ഞു, ഇത് ഞാൻ ചെയ്യുന്നു, ഇത് ഏതാ അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും ഞാൻ പറയില്ല, പക്ഷേ ഓക്കെ. ആൻഡ് രണ്ടാമത്തൊരു കാര്യം, ശരിക്കും പറഞ്ഞാൽ ഇത്രയും എൻജോയ് ചെയ്തൊരു ഷൂട്ടിങ് ഏകദേശം ഒരു 10-40 ദിവസത്തോളം ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ ഒരു ഐലൻഡ് ഫുള്ളായിട്ട് എടുത്ത് ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അവിടെ എത്രയോ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളും അതിൻ്റെ ഷൂട്ടിങ് എൻ്റെ സീനസൊക്കെ കഴിഞ്ഞാലും ഞാൻ പോവില്ലായിരുന്നു, ഞാൻ ഫുള്ളായിട്ട് നോക്കിയിരിക്കും. പ്രത്യേകിച്ച് സൂര്യ സാറൊക്കെ എടുക്കുന്ന ഒരു പെയിൻ, ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് സൂര്യയൊക്കെ എടുക്കുന്ന പെയിൻ എന്ന് പറയുന്നത്, ഞങ്ങൾ രണ്ടുപേരും തൊട്ടടുത്ത റൂമിലാണ് താമസിക്കുന്നത്, അടുത്തടുത്ത റൂമിലാണ്. അദ്ദേഹം രാവിലെ ഒരു 4-4:30 മണിക്ക് എണീറ്റ്, രാത്രി ഷൂട്ടിംഗ് കഴിഞ്ഞ് കിടക്കുന്നത് 2 മണിക്ക് 3 മണിക്കായിരിക്കും, എങ്കിലും 4 മണിക്ക് എണീച്ച് അദ്ദേഹത്തിൻ്റെ ശരീരം സൂക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്നൊരു പെയിനും കഷ്ടപ്പാടുകളും ആഹാരത്തിൻ്റെ കാര്യത്തിലായാലും ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു നടൻ എത്രത്തോളം സാക്രിഫൈസ് ചെയ്യണം അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ ഒരു കഥാപാത്രത്തിന് വേണ്ടി എന്നുള്ളതൊക്കെ കണ്ടു പഠിക്കേണ്ട ഒരു വ്യക്തിത്വമാണ്. പിന്നെ എനിക്ക് ആ കുടുംബവുമായിട്ട് വളരെയധികം ഒരു അടുപ്പമുള്ള വ്യക്തിയാണ്. ഏത് സമയവും എനിക്ക് കയറി ചെല്ലാവുന്നൊരു വീടാണ് അദ്ദേഹത്തിൻ്റെ. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ സൂര്യയും കാർത്തികിനേക്കാൾ കൂടുതൽ എനിക്ക് അടുപ്പം അച്ഛനുമായിട്ടാണ്, ശിവകുമാർ സാറുമായിട്ടാണ് എനിക്ക് കൂടുതൽ അടുപ്പം. കാരണം അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സൊരു 20-25 വയസ്സായ പയ്യനാണ്. ചെറിയ ഷോർട്സൊക്കെ ഇട്ടുകൊണ്ട് വീട്ടിൽ അദ്ദേഹം ഹായ് വെൽക്കം ജയറാം എന്ന് പറഞ്ഞ് എന്നെ വിളിക്കും. കാരണം അദ്ദേഹം ഇവരെക്കാൾ ചെറുപ്പമാണ് മനസ്സുകൊണ്ടും എല്ലാം. സോ എനിക്ക് കാർത്തിക്കിൻ്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു പൊന്നിയിൻ സെൽവൻ എന്നുള്ള സിനിമയിൽ. ഇപ്പോൾ സൂര്യ സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ ഭാഗ്യമുണ്ടായി. എന്തായാലും ഒരുപാട് സന്തോഷം. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പലരും പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളുമാണ്. അദ്ദേഹത്തിൻ്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്ന് പറയുന്ന പോലെ അദ്ദേഹം ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ ഞാൻ ഇന്ന് മുഴുവൻ പറഞ്ഞാൽ തീരില്ല. അത്രത്തോളം സഹായങ്ങളാണ് പാവപ്പെട്ടവർക്ക് വേണ്ടി ആ ഒരു മനുഷ്യൻ ചെയ്യുന്നത്. ഒരുപാടാണ്, എത്ര പറഞ്ഞാലും തീരില്ല. അദ്ദേഹം തന്നെ അതിനുവേണ്ടി ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി എത്ര പാവപ്പെട്ട കുട്ടികളെയാണെന്നറിയാം ഈ ഒരു മനുഷ്യൻ പഠിപ്പിക്കുന്നത് ഫ്രീ ആയിട്ട്. എത്ര കുട്ടികളെ, ഒരുപാട് പേർക്ക് അറിയാത്ത കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഭംഗിയും ചിരിയും രൂപവും അദ്ദേഹത്തിൻ്റെ ഇത് മാത്രമേ അറിയുള്ളൂ. മറ്റൊരു സൈഡാണ് ഏറ്റവും. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. நான் அந்த நல்ல മനസ്സോടെ அந்த പാട്ട് ചുമ്മാ ചൊല്ലിയിട്ടുണ്ട്. താങ്ക് യു സാർ, താങ്ക് യു. ജനിച്ചു വീണത് ചിറയും കീഴാണെങ്കിലും പിച്ച വെച്ച് നടന്ന കാലം തൊട്ട് ഞാൻ കളിച്ചു വളർന്ന മണ്ണാണ് എൻ്റെ തിരുവനന്തപുരം. മദ്രാശിയിൽ ഞാൻ പലപ്പോഴും പല സ്റ്റുഡിയോകളിലും വെച്ച് കാണുന്നൊരു വ്യക്തിയാണ് എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള സൂര്യയുടെ പിതാവ്. ഞങ്ങൾ തമ്മിൽ ഒരുപാട് അടുപ്പമായിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ മകൻ സൂര്യയുടെ ഈ വിജയവും നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും ഒക്കെ കാണുമ്പോൾ
ഞാൻ ഒരുപാട് സന്തോഷിക്കുകയാണ് മുകളിലിരുന്നു കൊണ്ട്. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. മോനെ, നിന്റെ സിനിമ 100 ദിവസം ഓടുന്ന സന്തോഷം ഞാൻ ഇതേ വേദിയിൽ വെച്ച് പങ്കിടും, നിന്നോടൊപ്പം ഉണ്ടാവും. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഇതിനൊരു ഗംഭീര കയ്യടി കൊടുക്കണം. ശരിക്കും പ്രേംനസീർ സർ പറഞ്ഞു എന്നുള്ളൊരു ബ്ലെസ്സിങ്ങോട് കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച്. ആൻഡ് വൺ മോർ റിക്വസ്റ്റ് ഇസ് ദയർ. ഈ ഇവന്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രം ലുലു മോളിലാണ്. ആൻഡ് വൺ മോർ സ്മോൾ ലോഗോ ലോഞ്ച് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഹിയർ. തിരുവനന്തപുരത്തെ ഫാഷൻ സങ്കല്പങ്ങളുടെ കാര്യം കൂടി പറഞ്ഞോട്ടെ. യെസ്, അതിനിടയ്ക്ക് നമ്മുടെ കാര്യം പറഞ്ഞു. ഈ വർഷം 2 ഉഗ്ര മലയാള സിനിമയാണ് ചെയ്യാൻ പോകുന്നത്.